മീഡിയസിലേക്ക് സ്വാഗതം. ഈ ഒരു ഓണക്കാലം സമ്പന്നമാക്കിയത് 3 ചിത്രങ്ങളിലൂടെയാണ്. അതിനകത്തിൽ 2 സിനിമകൾ ബ്ലോക്ക് ബസ്റ്റർ ഗണത്തിൽ വരുമ്പോൾ മറ്റൊരു സിനിമ ആവറേജ് ഓടുകയും ചെയ്യുന്നു. മോഹൻലാലിൻ്റെ ഹൃദയപൂർവ്വം, ദുൽഖർ സൽമാൻ്റെ നിർമ്മാണത്തിൽ വന്ന ലോക, കല്യാണി പ്രിയദർശൻ നായികയായി ഇന്ന് 100 കോടി തികച്ചിരിക്കുന്നു. മറ്റൊന്ന് ഓടും കുതിര ചാടും കുതിര ഫഹദ് ഫാസിൽ സിനിമ. ഈ 3 ചിത്രങ്ങളുടെ ഇന്നലത്തെയും ഇന്നത്തെയും പ്രകടനങ്ങൾ നമുക്കൊന്ന് വിലയിരുത്താം. അതിനിടയിൽ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്നുള്ളതും. ഇവിടെ പുതിയ റെക്കോർഡ് തീർത്തിരിക്കുകയാണ് കല്യാണി പ്രിയദർശൻ എന്ന് തന്നെ പറയാം. ലോകയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം. ആദ്യം ഈ സിനിമ തീർത്തിരിക്കുന്ന റെക്കോർഡുകൾ. സൗത്ത് ഇന്ത്യസ് ഫസ്റ്റ് ഫീമെയിൽ ലീഡ് സെഞ്ചുറി എന്ന് തന്നെ പറയാം. 100 കോടി അടിച്ചിരിക്കുന്ന സൗത്ത് ഇന്ത്യയിലെ ആദ്യ ഫീമെയിൽ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഫീമെയിൽ സബ്ജക്റ്റിലൂടെ വരുന്ന അല്ലെങ്കിൽ നായികയായി വരുന്ന പ്രധാന കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചിത്രമായി വരുന്നു. മോളിവുഡിലെ തേർഡ് ഫാസ്റ്റസ്റ്റ് 100 CR ആണ്. 7 ദിനം കൊണ്ട് സിനിമ 100 കോടി കടന്നിരിക്കുന്നു. സൗത്ത് ഇന്ത്യസ് ഫാസ്റ്റസ്റ്റ് 5 മില്യൺ ഓവർസീസ് ഫോർ എ ഫീമെയിൽ ലീഡ് മൂവി. ഫീമെയിൽ ലീഡ് മൂവിക്ക് കിട്ടുന്ന 5 മില്യൺ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് എത്തുന്നു. സെക്കൻഡ് മോളിവുഡ് ആക്ടർ ടു ഹാവ് മൾട്ടിപ്പിൾ 20 CR പ്ലസ് സിംഗിൾ ഡേ വേൾഡ് വൈഡ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, മൾട്ടിപ്പിൾ ദിവസങ്ങളിൽ, പല ദിവസങ്ങളിൽ ഈ സിനിമയ്ക്ക് 20 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ വരുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമെന്നുള്ളതാണ്. സിനിമയുടെ കളക്ഷൻ ഇന്നോടെ 100 കോടി തൂക്കിയിരിക്കുകയാണ്. ഇതിന് അത്ഭുതങ്ങളൊന്നുമില്ല. ഇനി അടുത്ത ആഴ്ച നമ്മൾ പറയാൻ പോകുന്നത് 200 കോടി അടിച്ചു എന്നുള്ളതായിരിക്കാം. എന്നാലും സിനിമയുടെ ആദ്യത്തെ ഒരു കാര്യങ്ങളിലേക്ക് വരാം. ഇന്നത്തെ എങ്ങനെയാണ് കളക്ഷനും കാര്യങ്ങളുമൊക്കെ പോകുന്നത്, അതിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് വരാം. ഇന്ന് 1756 ഷോകൾ ഇതുവരെ ട്രാക്ക് ചെയ്തപ്പോൾ 3 ലക്ഷത്തോളമാണ് ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നത്. 71% ഒക്യുപ്പൻസിയിൽ നമുക്ക് കാണാൻ കഴിയുന്നു. 4,90,00,000 രൂപയോളം ട്രാക്ഡ് കളക്ഷൻസായി പുറത്ത് വന്നിരിക്കുന്നത്. ഇന്നലെ വന്നത് 5,04,71,000 രൂപയായിരുന്നു. അതിന് തൊട്ട് മുമ്പത്തെ ദിവസം വന്നത് 4,94,00,000 രൂപയായിരുന്നു. അതായത് ഇന്നും സിനിമ 5.5 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. തുടർച്ചയായി റെക്കോർഡിന് മുകളിൽ റെക്കോർഡുകൾ ഇട്ട് തന്നെയാണ് ഈ സിനിമ പോകുന്നത്. മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ് സിനിമയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകമായിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് ആദ്യ ദിനം 2,70,00,000 രൂപയും, രണ്ടാം ദിനം 3,35,00,000 രൂപയും, മൂന്നാം ദിവസം 4,65,00,000 രൂപയും, അഞ്ചാം ദിനം 6,04,00,000 രൂപയും, അഞ്ചാം ദിനം 5,25,00,000 രൂപയ്ക്ക് മുകളിലും, ആറാം ദിവസം 5,40,00,000 രൂപയ്ക്ക് മുകളിലുമാണ് കളക്ഷനായി വന്നായി വരുന്നത്. അതായത് ഇന്നും 5,40,00,000 രൂപയ്ക്ക് മുകളിലാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 32 കോടിക്ക് മുകളിലേക്ക് ഇന്നത്തോടുകൂടി സിനിമ എത്തുകയാണ്. തമിഴിലും തെലുങ്കിലുമൊക്കെ സിനിമ എക്സലൻറ്റ് റിപ്പോർട്ടോട് തന്നെ മുന്നോട്ട് പോകുന്നു. ലോകയുടെ 5 ഡേയ്സിലെ തെലുങ്ക് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ അത് 5 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 5,39,00,000. അതായത് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതൊരു 7 കോടിയിലേക്ക് എത്തിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓരോ ദിവസവും ആദ്യ ദിനം 34,00,000 രൂപ നേടിയ ഈ ഒരു ചിത്രം പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞു 1 കോടിക്ക് മുകളിലാണ് എല്ലാ ദിവസവും പോയിരിക്കുന്നത്. വർക്കിംഗ് ഡേയ്സിലും അങ്ങനെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. എക്സലൻറ്റ് ഹോൾഡാണ് ലോകയ്ക്ക് തമിഴ് സിനിമയിലും നമുക്ക് അല്ലെങ്കിൽ തമിഴ് മേഖലയിലും കാണാൻ കഴിയുന്നത്. 4 ദിവസം കൊണ്ട് മികച്ച രീതിയിൽ ചൊവ്വാഴ്ച വരെയുള്ള കളക്ഷൻ വരുമ്പോൾ അമ്മാതിരി കൊടൂര തൂക്കമാണ്. അവിടെയും 4 കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു. അവിടെയും തിയേറ്ററുകൾ കൂട്ടുന്നു. തെലുങ്കിൽ കൂടുതൽ തിയേറ്റർ ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു ഗംഭീരമായിട്ടുള്ള കാര്യം. നാളെ മുതൽ സിനിമയുടെ ഹിന്ദി പതിപ്പ് ഇറങ്ങുന്നു. അതുകൂടെ പോസിറ്റീവ് അടിച്ചാൽ വേറെ റേഞ്ചിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ്. ചൊവ്വാഴ്ച സിനിമയുടെ വിറ്റുപോയത് 283K ടിക്കറ്റായിരുന്നു നമുക്ക് ബുക്ക് മൈ ഷോയിലൂടെ കാണാൻ കഴിഞ്ഞത്. അതും ഒരു ചരിത്രമായി മാറുകയാണ്. എന്താണ്, ലോക തൊട്ടതെല്ലാം പൊന്നാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ 100 കോടി ഇന്ന് തികച്ചപ്പോൾ അതും ഒരു വലിയ അഭിമാന മുഹൂർത്തമായി മാറുകയാണ്. മറ്റൊരു പ്രധാന അപ്ഡേറ്റായി വന്നത് സിനിമയുടെ തിയേറ്റർ കൗണ്ടുകളും അതേപോലെ തന്നെ ഷോ കൗണ്ടുകളും കൂടുന്നു. അതേപോലെ എക്സ്ട്രാ ഷോസ്, എല്ലാ ദിവസവും എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. 420ഓളം സ്ക്രീനുകളിലേക്ക് സിനിമ ആഡ് ചെയ്യുന്നു. നാളെ മുതൽ 420 തിയേറ്ററുകളായിരിക്കാം. 325 തിയേറ്ററുകളിലാണ് ഇപ്പോൾ, അല്ലെങ്കിൽ സ്ക്രീനുകളിലാണ് സിനിമ ഇപ്പോൾ ഓടുന്നത്. വെളുപ്പിനെ 6 മണിക്ക് തുടങ്ങിയാൽ രാത്രി 12 മണി വരെ അല്ലെങ്കിൽ 11:55 വരെയുള്ള ഷോകൾക്കും ഒരേ രീതിയിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള തിരക്ക് തന്നെയാണ്. അഡ്വാൻസ് ബുക്കിംഗ് ഇപ്പോൾ തന്നെ നമുക്ക് ഞെട്ടിക്കുന്ന തരത്തിൽ തന്നെയാണ് ബുക്ക് മൈ ഷോ നോക്കുകയാണെങ്കിൽ നോക്കാവുന്നത്. അതായത് നാളത്തെ ടിക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നേ ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ള ലെവലിൽ തന്നെയാണ് മിക്ക സ്ഥലങ്ങളിലും പോകുന്നത്. മണിക്കൂറിൽ 17,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ഇപ്പോഴും വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. നാളത്തെ ഒന്ന് ടിക്കറ്റ് ബുക്കിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ നാളെ മിക്ക സ്ഥലങ്ങളിലും ടിക്കറ്റ് ഇതിനോടകം തന്നെ ഓൾമോസ്റ്റ് ഫുള്ളിൽ തന്നെയാണ്. ചില സ്ഥലങ്ങളിൽ മാത്രമാണ്, അതായത് ഒരു 70% സ്ഥലങ്ങളിലും തലേ ദിവസം 5 മണിക്ക് മുമ്പോട്ട് അല്ലെങ്കിൽ 6 മണിക്ക് മുന്നോടിയായിട്ടൊക്കെ അങ്ങനെ ഒരു കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് രാത്രി ഒരു 10 മണിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ ഇരിക്കും എന്നുള്ളത് നോക്കാം. ഇനി ഹൃദയപൂർവ്വത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. ഹൃദയപൂർവ്വവും 7ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല ഹോൾഡോടുകൂടി തന്നെ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് സിനിമയുടെ പ്രകടനം ഒന്ന് നോക്കാം. ഇതുവരെ 700ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 48,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ഇന്ന് വിറ്റുപോയിരിക്കുന്നത്. സിനിമയ്ക്ക് ഇതുവരെ വന്നത് 80 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. അതായത് സിനിമ ഇന്നും 2 കോടിയിലേക്ക് എത്തുമോ എന്നുള്ളൊരു ഉറ്റുനോട്ടമാണ്. കഴിഞ്ഞ ദിവസങ്ങൾ വരെ 6 ദിവസവും സിനിമ 2 കോടിക്ക് മുകളിൽ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് ഒരു പക്ഷേ അതിൻ്റെ ഒരു ചെറിയ ഇടിവുണ്ടാകാം. ഒരു പക്ഷേ നൈറ്റ് ഷോസ് ഒക്കെ വരുമ്പോഴത്തേക്ക് തിരിച്ച് കയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇങ്ങനെ തന്നെയായിരുന്നു. മോർണിംഗിലൊക്കെ ഈ സിനിമയ്ക്ക് ഒരു ഇടിവുണ്ടാകും, പിന്നെ അങ്ങോട്ട് ആളിപ്പടരുന്ന കാര്യം തന്നെയാണ്. എന്താണെങ്കിലും ഈ സിനിമ ഇപ്പോൾ 40 കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ്. ഇന്നത്തോടെ സിനിമ 42-43 കോടിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷയല്ല, അങ്ങനെയാണ് ഉറപ്പാക്കാവുന്നത്. അതായത് വരുന്ന ദിവസങ്ങളിൽ സിനിമ 50 കോടിയിലേക്ക് എത്തും എന്നുള്ളതും. ഈ സിനിമയ്ക്കും പല സ്ഥലങ്ങളിലും തിയേറ്ററുകൾ കൂട്ടുന്നു. എറണാകുളത്തെ കിങ് സൈസ് കവിതയിൽ എക്സ്ട്രാ ഷോസ് വൈകുന്നേരങ്ങളിൽ ആഡ് ചെയ്യുന്നു. 11 മണിയുടെ ഷോകൾ ആഡ് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. UK-യിൽ 15-ന് മുകളിലുള്ള സെൻറ്ററുകളിൽ സിനിമ വീണ്ടും പ്രദർശനത്തിനെത്തുന്നു. ഇതിനോടകം തന്നെ നോർത്ത് അമേരിക്കയിൽ നിന്ന് $400,000 സിനിമ നേടിയിരിക്കുകയാണ്. അങ്ങനെ റെക്കോർഡുകൾ പലതും തകർത്തെറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ മുന്നോട്ട് കുതിക്കുന്നത്. ഈ ഓണക്കാലത്തിറങ്ങിയ ഈ 2 സിനിമകളും മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഒപ്പമിറങ്ങിയ സിനിമയാണ് ഓടും കുതിര ചാടും കുതിര. അത്ര ഗംഭീരമായ പ്രകടനങ്ങളൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ തന്നെ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് ബുധനാഴ്ചയും സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഏറെക്കുറെ 5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. അതായത് ഫൈനലായിട്ട് സിനിമ ട്രാക്ട് കളക്ഷൻസിലൂടെ 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ 11-12 ലക്ഷം രൂപയായിരുന്നു നേടിയിരുന്നത്. അതായത് 20 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ പെർ ഡേ കളക്ഷനായി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വരുന്നത്. ഇതിനോടകം തന്നെ സിനിമ വേൾഡ് വൈഡായിട്ട് 4 കോടിക്ക് മുകളിൽ എത്തിയിരിക്കുന്നു. 5 കോടി ടച്ച് ചെയ്യാൻ ഏറെ ചാൻസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഓണം ദിവസങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, സിനിമ അതിന് മുകളിലേക്കുള്ള കളക്ഷൻ നേടുമെന്നുള്ളത്. എന്തായാലും ഈ 3 സിനിമകളിൽ നിങ്ങൾ ഏതൊക്കെ സിനിമകളാണ് കണ്ടത്? മൾട്ടിപ്പിൾ ടൈംസ് കണ്ട സിനിമയുണ്ടെങ്കിൽ പറയാം, പോയിട്ട് ടിക്കറ്റ് കിട്ടാത്ത സിനിമയുണ്ടെങ്കിൽ പറയാം. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. മീഡിയാസ്.